അണ്ണൻ 6 മാസം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ലേ പറഞ്ഞു. എന്നിട്ടിപ്പോൾ 1 വർഷം എടുത്തല്ലേ, എന്താ ടീ ജയിലും ഇഷ്ടപ്പെട്ട? ഒന്നും പറയണ്ടാ, ഇവിടുന്ന് 6 മാസം ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു പൊട്ടം പറയുക നല്ല നടന്ന് നടന്നു കഴിഞ്ഞാൽ നേരത്തെ വിടുമെന്ന്. ഇത് കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയൊക്കെ മാക്സിമം നന്നായിട്ടൊക്കെ നടന്നെന്ന് നോക്കി. എവിടെ നിന്ന് വിടാൻ? അവസാനം എനിക്ക് സാധി കേട്ടപ്പോൾ 5-ാം മാസത്തിൽ തന്നെ ഞാൻ വാർഡൻ്റെ വേഷം കിട്ടി ഒന്ന് ചാടാൻ നോക്കി. എന്നിട്ടുണ്ട് അതേ വാർഡൻ തന്നെ മഫ്തിയിൽ വന്നെ പൊക്കി. ബാക്ക് ടു ജയിൽ. അങ്ങനെ 6 മാസം എന്നുള്ളത് 1 വർഷം ആയി. ആ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തിനല്ലേ അകത്തെ? ആടാ, കുറേ തെണ്ടികൾ കാരണം ഞാൻ അകത്തായി. ജയിലിൽ കിടക്കുമ്പോൾ മൊത്തം അമ്മർക്കുള്ള പണി എങ്ങനെ കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തരാം. കൊടുക്കണോ? അണ്ണൻ കിട്ടി പണിഞ്ഞോമാർക്ക് എന്തായാലും തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നീ എന്തോടാ എന്നെ പറ്റി വിചാരിച്ചേ? എടാ, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ആദ്യം കാണാൻ പോയ അവന്മാരെയാ, അറിയോ? എന്തിന്? എടാ, അതേ വീട്ടിൽ നിന്ന് തന്നെ കക്കാൻ. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നേ? കഴിഞ്ഞ ഓണത്തിന് ലീവ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ ഓണത്തിനാണ് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ വീട്ടിൽ പോകാന്ന് വെച്ചാൽ അവിടെ മൊത്തം കണ്ടെയ്ൻമെൻറ്റ്സ് ഉണ്ട്. ഇത് കഷ്ടമാണ്. കഴിഞ്ഞ ഓണമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ? അതെ, നിനക്ക് ആ വേദന മാറത്തോണ്ട് തോന്നുന്നു. എടാ, കഴിഞ്ഞ ഓണത്തിന് ഇതേ പ്ലാവിൽ ഏകദേശം ഇതേ പൊസിഷനിലല്ലേ ഗോപിച്ചേട്ടനെ കെട്ടിയിട്ട് തല്ലിയത്? ഞങ്ങൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നു, അന്ന് തന്നെ കഴിഞ്ഞാൽ. അയ്യോ, എന്തൊരു മൂങ്ങലായിരുന്നു. എടാ, അത് വീട്. പക്ഷെ ഇപ്പൊ അതിന്റെ നിഷ്കളങ്കത ഗോപിച്ചേട്ടന് മനസ്സിലല്ലേ? ഈ ലോക്ക്ഡൌൺ ഒക്കെ എത്ര ചക്കിയ പുള്ളിട്ട് വന്ന്. ഞങ്ങളിപ്പോ കട്ട ഫ്രണ്ട്സാ. അയ്യോ, അത് കട്ട ഫ്രണ്ട് ആയോണ്ടല്ലേ. പുള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കട്ടോണ്ട് പോകൊണ്ടിരിക്കാൻ പുള്ളി തന്നെ കിട്ടുമെന്ന്. കട്ട ഫ്രണ്ടേ. കട്ടപ്പ പിടിച്ച ഫ്രണ്ട് വരുന്നുണ്ട്. കണക്കെല്ലാം കറക്റ്റല്ലേ ചേട്ടാ? ചേട്ടാ, എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണം കേട്ടോ. അതൊരു ബാഗ് കണക്കെന്റെ ഉണ്ട്. നമ്മൾ ആദ്യം ആ പള്ളിയുടെ ഭാഗത്തുനിന്ന് പിരിച്ച് 24. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നോട്ട് പിരിച്ചത് 10,000-ഉം 14,000-ഉം. അതെ, അപ്പൊ മൊത്തം 50,000 രൂപ ഞാൻ ഇപ്പൊ നിന്റെ തന്ന ബാഗിലുണ്ട്. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? ഉണ്ടേ കൂട്ടി നോക്കടാ. 24 10 എത്ര? 34,000. 34 14 എത്ര? 48,000. അതാണ് ഞാൻ പറഞ്ഞത്. 50,000-ന് 2,000 രൂപ കുറവുണ്ട്. അപ്പൊ 48,000 രൂപ ബാഗിലുണ്ട്. കണക്കൊക്കെ ഗോപിച്ചേട്ടൻ കറക്റ്റാ. ഓക്കെ അല്ലേ? 48,000. എന്തേ ക്വാറന്റൈൻ കഴിഞ്ഞ? ക്വാറന്റൈനെ കഴിഞ്ഞടാ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് എന്നാ പോണേന്നായിരുന്നു. ഇപ്പൊ ക്വാറന്റൈൻ കഴിഞ്ഞായി. നല്ല വല്ലൊക്കെ ചോദിക്കാൻ പാടില്ലടൂ. കുപ്പി വേണമെന്നുണ്ടോ? പിസ്തേ ഇല്ല, ബദാമെങ്കിലും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ജീവനും കൊണ്ട് ഓടിപ്പോനരുത് ഇങ്ങോട്ട്. എന്തായാലും നന്നായി. ഒരുമിച്ച് ഓണം ഉണ്ടല്ലോ. ഉണ്ണാനാ? ഞാൻ എവിടെ പോയി സദ്യ കഴിക്കും? സദ്യയുടെ കാര്യത്തിൽ ആരും പേടിക്കണ്ട. പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാർ, അവിയൽ, സാമ്പാർ, കാളൻ, നാലൻ, തോരൻ ഒക്കെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം. വെറുതെ റിസ്ക് എടുക്കണ്ട. അത് മതി. നല്ലത്. ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാനാ? എടാ, നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാട്ടാ. ചുമ്മാ ഡയലോഗ് മാത്രമേ എല്ലാം ഉണ്ടാക്കാൻ അറിയോ? എടാ, ഇതുപോലെ ഡയലോഗ് നീ കഴിഞ്ഞ വർഷം കേട്ടില്ലടാ? നിൽക്കുന്നു ബാച്ചിലർ ഓഫ് അരിവെപ്പ്. അതെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. തగ్గടിക്കാൻ എല്ലാവർക്കും പറ്റും. ഫുഡ് ഉണ്ടാക്കാൻ അറിയും. എടാ, ഒരു പ്രവാസിയുടെ മുഖത്ത് നോക്കിണ്ടല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന് മാത്രം ചോദിക്കരുത് കേട്ടാ. ശരി, മുഖത്ത് വെക്കുന്നില്ല. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? അറിയാം. എന്നാ പിന്നെ അവൻ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിയാൽ മതി, നമുക്കത്രേ ഉള്ളൂ. പിന്നെയൊക്കെ ഓണസദ്യ ഞാൻ കഴിപ്പിക്കാം. സദ്യ സെറ്റാണ്. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഡേയ്, ഇപ്രാവശ്യം ഇല പറിക്കാൻ വരുന്നുള്ള ബാക്ക് കൂടെ ചാടി വന്ന് കത്തി കാണിച്ച് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കരുത്. ആ ഫ്രണ്ട് ഗേറ്റ് ഞാൻ തുറന്നിട്ട് തരാം. അതിലൊരു ത്രില്ലില്ല ഗോപിച്ചേട്ടാ. എനിക്ക് ഈ പ്ലാവ് ഓർമ്മയുണ്ടോ? ഇല ഗോപിച്ചേട്ടൻ കൊണ്ടുവന്നാൽ മതി. ഞാൻ കൊണ്ടുവന്നോളാം. എടാ, നീയെ കൂടെ എന്തോ പിരിവെടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞല്ല. എന്താണ് പരിപാടി? അത് ഡേയ് പറഞ്ഞോളൂ. അയ്യോ, അതൊന്നും അറിഞ്ഞില്ലയോ? നമ്മൾ ഈ പ്രാവശ്യം അസോസിയേഷൻ ഓണപ്പരിപാടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാവശ്യം തിരുവാതിരകളി, തുമ്പിതുള്ളി, കണ്ണ് കെട്ടി കലമ്പടി, ഉറിയടി, വടംവലി, ചാക്കിലോട്ട് ആ പരിപാടികളൊന്നും ഈ പ്രാവശ്യം ഇല്ല. അതിന് പകരം ഓണപ്പരിപാടിയുടെ ഫണ്ട് എടുത്ത് നമ്മളൊരു അനാഥാലയത്തിന് ഡൊണേറ്റ് ചെയ്യുകയാണ്. ഒരു പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടാന്ന് വിചാരിക്കടാ. അത് കൊള്ളടാ, നല്ല കാര്യമുണ്ട്. അല്ലേ അല്ലേ? ഇത് എൻ്റെ മനസ്സിൽ ഈ ആശയം തോന്നിയപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ഗോപിച്ചേട്ടനാണല്ലോ. നിന്നോടാ? എന്നോട് ഗോപിച്ചേട്ടൻ പറഞ്ഞു. ഇവനെപ്പോഴാ പറഞ്ഞു? അല്ല കോച്ച്, നമ്മൾ അവിടെ ഇരുന്നപ്പോൾ അല്ലേ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തും പ്ലാൻ സെറ്റാക്കുന്നൊക്കെ? അല്ല, ഞാനാണ് ഐഡിയ പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഐഡിയ ഉണ്ടായിരുന്നു. എന്തായാലും ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രാവശ്യം. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനൊരു സിറ്റുവേഷനിലും നമ്മളെ കൊണ്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ എടാ, അതല്ലേ സന്തോഷം? ആ സന്തോഷത്തിന് ഒരു കുളിരില്ലേ? ശരിയാ. എന്നാ കുളിര് പോകുന്നതിന് 2,000 രൂപ എടുത്തേ. നീ രസീത് എടുത്തേ. എടുക്ക. എടാ, ഞാൻ അത്രയും പൈസ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ സദ്യക്ക് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയാ? ആ മതി. അതെ, അതാകുമ്പോ 50 റൗണ്ട് ചെയ്ത് പിടിക്കാം നമുക്ക്. ആരത്? ഓടിയാലോ? വേണ്ട, അമ്മമാരെ ഓടിച്ചിട്ട് പിടിക്കും. എടാ, അതൊരു പിച്ചക്കാരനാന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിച്ചക്കാരനൊന്നും പറയല്ലേടോ, പാവപ്പെട്ടവൻ. നമുക്ക് കണ്ടിട്ട് തന്നെ കഷ്ടം തോന്നുന്നു. പാവം വിശന്ന് പറഞ്ഞ് നിൽക്കായിരിക്കും. സഹോദരൻ കേറി വാ. എന്നാണോ?
ആ ഇങ്ങോട്ട് തന്നെ. വരൂ സുഹൃത്തെ വരൂ. ഞാൻ അങ്ങോട്ട് വരണം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ അതോ ഓടണം? ഞാൻ അങ്ങോട്ട് വരും. അതെ ഇങ്ങോട്ട് തന്നെ. സ്വന്തം വീട് പോലെ കണ്ട് കയറി വാ. അടിച്ചിന്റെ പല്ലി ഞാൻ താഴെ ഇടും. അനി നിന്റെ വീടാണോടാ? നിന്റെ ഭാര്യയും കൊച്ചാണോടാ അകത്തുള്ളത്? അതിന് മാസ്ക് വെച്ചാൽ പോലെ ഗോപിച്ചേട്ടത്തെ. അവര് മാസ്ക് വെച്ചു. അവന്റെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഇറങ്ങി വരുന്നതാണെങ്കിലാ. ഗോപിച്ചേട്ടാ, നന്മയുടെ വിളനിലമായ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ വരെ മാതൃകയായിരുന്ന ഗോപിച്ചേട്ടനാണോ ഞങ്ങളുടെ ഈ സംസാരിക്കുന്നത്? പുല്ല് വിളി. സാറേ വല്ലതും തരണേ സാറേ, ഭക്ഷണം കഴിച്ചിട്ട് 3 മണിക്കൂറായി. ഇവിടെ കേട്ടിട്ട് എനിക്ക് തന്നെ വിശന്ന് വയറ് കരിയണം. എന്തെങ്കിലും കൊടുക്കടാ. എന്തേലും കൊടുത്തിട്ട് കാര്യമില്ല, തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും കൊടുക്കണം. ക്യാഷ് ആയിട്ട് തന്നാലും മതി. ആ ക്യാഷായിട്ട് വേണേ അതേ കാശുകാരനുണ്ട്. എനിക്ക് ആ കാശ് തിരിച്ചിട്ട് വെക്ക്. ആ എന്നിട്ട് കൈ നീട്ട്. ശരി. തേക്ക് ഇങ്ങനെ. എന്തൊരു കരുതലല്ലേ, ഹൈജീനിക്. ആ തള്ളവരിലൊക്കെ വന്നിട്ട് തേക്ക്. ആ ഇനി ആ കാശിട്. ആ അത് തേക്ക്. ആ ഇനി ഇതാ. കൊറോണ വരുമെന്ന് പറഞ്ഞ് ഗോപിച്ചേട്ടൻ പേടിച്ചു. ആ സാറിന് നല്ലത് വരട്ടെ. അപ്പൊ ഞാൻ പോട്ടെ. അതെ ആ സൈഡ് കണ്ടെയ്ൻമെന്റ് സോണാണോ? അതെ. അപ്പൊ ഈ സൈഡോ? അല്ല. അപ്പൊ അങ്ങോട്ട് പോ. ശരിയാണ്. അപ്പൊ കാശടിച്ച് മാറ്റില്ലേ? ഇല്ല, ഇനി വേണം അവൻ പറയുന്നത് അടിച്ചു മാറ്റാൻ. ഇനിയിപ്പോ എങ്ങനെയാണ് അവന്മാർ കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിൽ കയറി ഇരിക്കുമായിരിക്കും. ഓ എടാ, വീട്ടിൽ ഇരിക്കുന്ന അമറ ആ ബാഗ് അടിച്ച് മാറ്റാനുള്ള വ്യക്തമായ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുമോ? എന്താണ് പ്ലാൻ? പ്ലാനോ? കേട്ടോ, തിരുവോണമായിട്ട് നാളെ നേരെ അമ്മറ വീട്ടിലോട്ട് ചെല്ലുന്നു, ബെല്ലടിക്കുന്നു. അണ്ണ എന്തിനാണ് നേരിട്ട് പോയി ബെല്ലടിക്കുന്നത്? എടാ കുഞ്ഞിക്കണ്ണ എൻ്റെ പേരെന്തുവാ? പ്രച്ചന്റെ പ്രകാശൻ. ആന്നേ. അപ്പോൾ അവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വേഷത്തിലായിരിക്കും നാളെ ഞാൻ അവിടെ ചെല്ലാൻ പോകുന്നത്. എന്താ വേഷം? അമ്മനെ കഥ തുറന്നിറങ്ങിയിരുന്നു, എന്നെ കണ്ട് ചിരിക്കുന്നു, ചോദിക്കുന്നു ആരാ. അപ്പം ഞാൻ പറയും എൻ്റെ പേര് ഭവാനിയമ്മ, അപ്പുറത്തെ ലൈനിലാണ് താമസം. നിങ്ങൾ അസോസിയേഷൻകാർ ചെയ്യാൻ പോകുന്ന പുണ്യപ്രവർത്തികളൊക്കെ അമ്മച്ചി അറിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മക്കളെ, നിങ്ങളെപ്പോലുള്ള തക്കുടുക്കുട്ടന്മാരെ അമ്മച്ചിയുടെ വയറ്റിൽ പറഞ്ഞില്ലോ എന്നുള്ള സങ്കടം മാത്രമേ അമ്മച്ചിക്കുള്ളൂ. നിങ്ങളാണ് മക്കളെ നാടിൻ്റെ പുണ്യം. ഇത്രയും പൊക്കടിക്കുമ്പോഴേക്കും അമ്മമാർ ഫ്ലാറ്റായി നിൽക്കുന്ന അമ്മറ മുന്നിലേക്ക് ഞാൻ 2000 രൂപ വീശുന്നു. എന്നിട്ട് ഞാൻ പറയും ഇതാ മക്കളെ അമ്മച്ചിയുടെ വക സംഭാവന. ഇത് കണ്ട അമ്മറ കണ്ണുകളും. എന്നിട്ട് ഞാൻ കാശ് അമ്മർ കൊടുക്കുന്നു, അമ്മറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നു, ഞാൻ അമ്മരെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് അമ്മർ താറ്റി നന്ദി മേടിച്ച് ഞാൻ അവിടെ പോകുന്നു. എന്നിട്ട് 2000 രൂപ അമ്മ നേരത്തെ പിരിച്ച കാശ് വെച്ചിരിക്കുന്ന ബാഗിലേക്ക് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് അവന്മാർ സന്തോഷിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കണ്ണു കുഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് അവിടെ ചെല്ലുന്നു. അയ്യേ ഇവനാ അടാ ഞാനാ കാണാൻ എത്തിച്ചും പറഞ്ഞത്. എന്താ സാധനം? ഹെൽത്ത് ഇൻസ്പെക്ടർ. അറിയാം, നിന്നെ കൊണ്ട് അതുപോലും പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം കുഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ അതവന് കൊടുത്തേ. എന്നും എഴുതി വിഷമിക്കണ്ട. അധികം വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ആക്ഷൻ ഹീറോ വേഷം നിനക്കാൻ വെച്ചിട്ടുണ്ട്. അഷ്കൻ ഹീറോ റോളാണെങ്കിൽ അണ്ണാ ഞാൻ ചെയ്തോളാം. പറഞ്ഞത് പൊലിപ്പിക്കണ്ട. അപ്പോൾ കാര്യങ്ങൾ വാടകയ്ക്ക്. അപ്പോൾ നമ്മുടെ കണ്ണൻ കുഞ്ഞ് ഹെൽത്തിൻ്റെ കോൺട്രാക്ട് അവിടെ ചെല്ലുന്നു. എന്നിട്ട് അവന്മാർ കഥ തുറന്നിറങ്ങിയിരുന്നു, ചോദിക്കുന്നു ആരാ. അപ്പോൾ നീ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഐ കാർഡ് കാണിച്ച് പറയും ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നതാണ്. നേരത്തെ നിങ്ങളെ കാണാൻ വന്ന നിരീക്ഷണത്തിരുന്ന ഭവാനിയുടെ റിസൾട്ട് വന്നു, അവർക്ക് കോവിഡ് പോസിറ്റീവാണ്. ഇത് കേട്ടവന്മാർ പേടിച്ച് വിറയ്ക്കുന്നു. വിറച്ചിരിക്കുന്ന അവന്മാരോട് നീ പറയണം റിസൾട്ട് പറയാൻ ഭവാനിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭവാനിയമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്നും നിങ്ങളുമായി സമ്മർദ്ദത്തിൽ പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾക്ക് 2000 രൂപ തന്നിട്ടുണ്ടെന്നും. ഇത് കേട്ടവന്മാർ വീണ്ടും പേടിച്ച് വിറയ്ക്കുന്നു. അപ്പം നീ പറയും പേടിക്കണ്ട, 21 ദിവസം ക്വാറന്റൈൻ ഇരിക്കണം. പിന്നെ അവർ നിങ്ങൾക്ക് തന്ന 2000 രൂപ വെച്ചിരിക്കുന്ന ബാഗ് എൻ്റെ കയ്യിൽ തരണം. നാളെ നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ബാഗ് സാനിറ്റൈസ് ചെയ്ത് തിരിച്ചു തരുന്നതായിരിക്കും. അവന്മാർ കരഞ്ഞുകൊണ്ട് ആ ബാഗ് നിന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഞാനവിടെ മാവേലിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അണ്ണ എന്തിനാണ് വരുന്നത്? ഞാൻ മാനേജ് ചെയ്തോളാം. ചുമ്മാ നിങ്ങൾ കേസില്ലേ? എന്നൊരു കാര്യം ചെയ്യും, സാർ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ബാക്കി പ്ലാൻ പറ. എടാ ചത്തു കുത്തിയിരിക്കുന്ന അമ്മമാരെ എനിക്കൊന്ന് കാണണം. അവന്മാരുടെ മുന്നിൽ കിടന്ന് എനിക്കത് ആർമാദിക്കണം. മനസ്സിലായോ? ആ എന്നിട്ട് ചത്തു കുത്തിയിരിക്കുന്ന അവന്മാരുടെ മുന്നിൽ കിടന്ന് ഞാൻ ഡാൻസ് കളിക്കുന്നു, ആർമാദിക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുന്നു. പുറകെ നീയും വരുന്നു. എന്നിട്ട് നമ്മൾ ആ ബാഗ് തുറക്കുന്നു, കാശ് പങ്കിടുന്നു, എന്നിട്ട് ഓണടിച്ചു വിളിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ മാസ്റ്റർ പ്ലാൻ? അയ്യോ അണ്ണാ ഫെന്റാസ്റ്റിക്സ് ആണോ? അല്ല മാസ്റ്റർ പ്ലാൻ ഒക്കെ കൊള്ളാം, പക്ഷെ അതും വെച്ച് 50,000 ഗുണവാ. എടാ ഇതൊരു മോഷണം മാത്രമല്ല, ഇതിന്റെ പ്രതികാരം കൂടാ. പറഞ്ഞ മനസ്സിലായോ? എടാ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാ. അത് പോയി കഴിഞ്ഞാൽ അസോസിയേഷൻകാരെല്ലാം കൂടെ അവരെ ചവിട്ടി പുറത്താക്കത്തില്ലേ? അവന്മാരെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിടന്ന് പൂണ്ട് വിളയാടാം. പറഞ്ഞ മനസ്സിലായോ? അല്ല ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ അനാഥാലയത്തിനൊക്കെ വെച്ചേക്കുന്ന പൈസ നമ്മൾ അടിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് മോശമല്ല. അതെ, കള്ളൻ അത് മതി, എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. ഞാൻ ആ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. മനസ്സിലായോ? നാളത്തേക്കുള്ള സെറ്റ് മുണ്ടും വിഗും ഒക്കെ ഇവിടെ എത്തണം. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അയ്യോ അണ്ണാ എന്റെ അഷ്കൻ ഹീറോ റോളാ. ഇങ്ങനെ തെറുതി വെക്കല്ലേ, ഞാൻ തരാം. ഇങ്ങോട്ട് വാ. എടാ പ്രച്ഛന്നം പ്രകാശ, നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചത്. നീ എന്താണ് മതിൽ കളി മറിക്കാൻ നോക്കണം?
എടാ നീ പെട്രോൾ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം, വീട്ടിൽ നിന്നിട്ട് പറയാം. അപ്പോൾ അതാണ് പ്രകാശൻ്റെ പ്ലാൻ. പക്ഷെ അവൻ ഇത്രയും പ്രതികാരദാഹിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പ്രകാശന്റെ പ്രതികാരം വരട്ടെ. അതെ, വരട്ടെ. എന്ത് വരട്ടെ, ഇപ്പൊ തന്നെ അവന്റെ ചിരട്ടടിച്ച് പിടിക്കാം. വെറുതെ മച്ചമ്പി നാളെ വരട്ടെ. അവന്റെ വേഷം കെട്ട് നമുക്കൊന്ന് കാണണ്ടേ? അതെ എടാ, എന്തായാലും നമുക്ക് ഓണപരിപാടിയില്ല. എടാ നമുക്ക് തിരുവോണത്തെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടടാ. ആടട്ടെ പാടട്ടെ. അതെ, നമ്മളും കൂടെ നിന്നാടും. ഒന്നും അറിയാത്ത പോലെ. എന്നാ വരട്ടെ, അവന്റെ അണ്ണാക്കി നമുക്ക് അത്തപ്പൂക്കളം ഇടാം. ഇല്ല, അവൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്തായാലും വരും അല്ലടാ. വരും. ബാക്കി പരിപാടി എന്ത്? അവന് പണിയെടുക്കാനുള്ള പരിപാടിയുടെ പ്ലാൻ നമ്മൾ ഇന്നലെ സെറ്റാക്കിയാണല്ലോ. ഇനി അവൻ വരേണ്ട താമസം കൂടെ ഉള്ളൂ. എടാ ആ പരിപാടിയല്ല, അത് കഴിഞ്ഞിട്ട് വല്ലതും ഞമ്മ പിടിക്കണ്ടേ? ഓണസദ്യ അതെന്തോ എന്ന്. ഓണസദ്യ അത് പുള്ളിയുടെ സെക്ഷൻ. ഏറ്റാണല്ലോ. സദ്യ ഉണ്ടാക്കാം. അടുക്കളയെല്ലാം കാണാൻ കയറി കൊന്നളയും പന്നി. നമുക്ക് ഇവിടെ പൂട്ടിടാം. ഡയല പിടിയില്ലേ? ഇത് മൊത്തം കീറിയതാണല്ലോ. ഇയാൾ ഇത് എവിടെ നോക്കിയാ പറഞ്ഞോണ്ട് മക്കളെ ശരിയാക്കി തരാടാ തള്ളച്ചി. എടാ നീ കയറിനോട് പ്ലാൻ ചെയ്ത് കാര്യം സെറ്റാക്കി. ആരാ? മക്കളെ, എന്റെ പേര് ഭവാനി. ഇങ്ങനെയാണോ പടക്കം പൊട്ടിക്കുന്നത്? ലോകത്തെല്ലായിടത്തും ഇങ്ങനെ പടക്കം പൊട്ടിക്കണം. ഞങ്ങൾ കണ്ടില്ല. അതെ, സോറി. എന്തെങ്കിലും പറ്റിയോ അമ്മച്ചി? അടി 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 അടി. അയ്യോ, ഒന്നും ചെയ്യല്ലേ, കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. അവൻ അറിയാതെ പറ്റിയതല്ലേ. അമ്മച്ചി വന്നത് അവൻ കണ്ടു കാണത്തില്ല അല്ലേ? കണ്ടില്ലല്ലോ അല്ലേ? അയ്യോ, അമ്മച്ചിയുടെ പേര് ഭവാനി. അപ്പുറത്തെ ലൈനിലാണ് താമസം. എപ്പുറത്തെ ലൈൻ? അയ്യോ, അമ്മച്ചിയെ നിങ്ങളൊന്നും കാണാൻ വഴിയില്ല, കാരണം അമ്മച്ചി പുറത്തിറങ്ങാറില്ല. ഒരു മിനിറ്റ്. ക്ഷേത്ര ദർശനം നടത്താറില്ലേ? മക്കളമ്മച്ചിയെ കാണാനുണ്ടല്ലേ? അയ്യോ, ചക്കരക്കുട്ടൻ. എന്നിട്ട് എന്താ അമ്മച്ചിയോട് വന്ന് സംസാരിക്കാൻ? എനിക്കറിയില്ല അമ്മച്ചിയുടെ വീട് ഭവാനി എന്നാണെന്നും പേരപ്പുറത്തെ ലൈനിലാണെന്നൊക്കെ. അയ്യോ, ഇനിയും കാണുമ്പോ അമ്മച്ചിയോട് വന്ന് മിണ്ടണം കേട്ടോ. അപ്പൊ ഞാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ, നിങ്ങളാണോ ഈ വട്ടം ഈ ഓണത്തിന് അനാഥാലയത്തിലേക്ക് ഈ പൈസ എല്ലാം പിരിച്ചു കൊടുക്കുന്ന പിള്ളേര്? എന്റെ നാരായണ, എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നീ കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിച്ചല്ലോ. അല്ലെങ്കിലും വരാനുള്ളൊന്നും വഴി തങ്ങൂല. ഓട്ടോ പിടിച്ചാണല്ലോ അവിടെ എത്തിക്കോളൂ. തലമൂത്തരോട് തർക്കുത്തരം പറയുന്നത് കാലി വേണ്ട. അയ്യോ, വേണ്ട വേണ്ട, കുഞ്ഞിനെ അറിയാതെ പറ്റിയല്ലേ. അയ്യോ, എന്റെ ശ്രീകുട്ടനെ പോലെ തന്നെ തറുതല. അമ്മച്ചി വയ്യാത്ത കാലും വെച്ച് നിങ്ങളെയൊക്കെ എവിടൊക്കെ അന്വേഷിച്ചു എന്നറിയോ? അയ്യോ, കാല് വയ്യാത്ത അമ്മച്ചിയാടാ. ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. അയ്യോ, തെണ്ടാൻ വന്നതല്ല, അങ്ങോട്ട് തരാൻ വന്നതാ. നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളാ കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അമ്മച്ചിയുടെ വയറ്റിൽ നിങ്ങളൊന്നും പിറന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ അമ്മച്ചിക്കുള്ളൂ. അതുകൊണ്ട് 2000 രൂപ അമ്മച്ചിയുടെ വക ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണേ. അയ്യോ വേണ്ട അമ്മച്ചി, ഇത് അമ്മച്ചിയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് അമ്മച്ചി ടാക്സി വിളിച്ചു പോക്കും, കാല് വയ്യാത്തൊക്കെ അല്ലേ? അതെ പ്ലീസ്. വേണ്ട, മരുന്ന് മേടിക്കാം അമ്മച്ചിക്ക്, മരുന്ന് മേടിക്കാം. അല്ല, ഇത് വെക്ക്. അടുത്ത ഓണത്തിന് അമ്മച്ചി ഇവിടെ ഉണ്ടായില്ലെങ്കിലോ? അമ്മച്ചി അങ്ങനെയൊന്നും പറയല്ലേ അമ്മച്ചി. വെരി നാച്ചുറൽ. അയ്യോ, അതല്ല, പേർഷ്യ പോവാ മോന്റെ അടുത്ത്. വിഷയൊക്കെ വന്നിരിക്കുവാണേ. ഈ കൊറോണ പനി ആയതുകൊണ്ടാ പോകാൻ പറ്റാഞ്ഞത്. അപ്പൊ അവിടെ ആണെങ്കിൽ അമ്മച്ചി എങ്ങനെ നിങ്ങൾക്ക് ഇത് തരും? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, എന്റെ മക്കൾ ഇത് പിടിക്ക്. എന്റെ സ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോട്. അയ്യോ, പോക്കറ്റിലൊക്കെ വെച്ചത് നനച്ച് കളയല്ലേ, കുഞ്ഞുങ്ങളുടെ കാര്യമാ. നമ്മൾ മറ്റേ കാശ് പിരിച്ചു വെച്ചിരിക്കുന്ന ബാഗില്ലേ? 40,000 ബാഗ്. അതിൽ കൊണ്ടുപോയി. ആ ബാഗില്. എന്റെ സർവേശ്വരാ, ഇവന് ബുദ്ധിയുണ്ട് എന്റെ ബുദ്ധി മോനെ. അയ്യോ, അപ്പൊ അമ്മച്ചി പോട്ടെ. നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാം നന്മ ഉണ്ടാവട്ടെ. അമ്മച്ചി പോട്ടെ. അപ്പൊ ശരി എന്നാ. ചമ്പോറ്റിയേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. ആടാ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ പന്നി.
ഒരു 5 സെക്കൻഡ് ഞാൻ എൻ്റെ അമ്മൂമ്മയാന്ന് വിചാരിച്ചു പോയി. പടക്കം പൊട്ടിച്ചപ്പോ ഞാൻ വിചാരിച്ചത് സാരി പോയിക്കൊണ്ട് ഓടുന്നു. എവിടെ അവസാനം വരെ കട്ടക്കുന്നില്ലേ? അങ്ങനെ കട്ടക്ക് നിന്ന് അവനൊരു സംശയം പോലും കൊടുക്കാതെ പെർഫോം ചെയ്ത നമ്മളാ. അതാണ് ബാബു ചേട്ടാ ആ മൂച്ചി പോയി നമുക്ക് ആ പപ്പടം കാച്ചാം. പാടാ. പ്രിയ കലാസ്നേഹികളെ, ഭവാനിയമ്മ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം ഹെൽത്ത് ഇൻസ്പെക്ടർ പുറത്തു നിൽപ്പുണ്ട്. ഗോപിച്ചേട്ടൻ ഉടൻ തന്നെ ഡോറുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. പാടേ. ആരാ? ഞാനേ മറ്റേ ഇൻസ്പെക്ടർ വെഹിക്കിളാ? വെഹിക്കിളല്ല, ഒരു വേറെ സാധനം ഉണ്ടല്ലോ. സബ് ഇൻസ്പെക്ടർ, അല്ലല്ല, സബ് ഇൻസ്പെക്ടർ അല്ല, സർക്കിൾ, അല്ലെന്ന്. പിന്നെന്താ സ്ക്വയറാ? കളയാത് ഒരു ആശുപത്രിയിലൊക്കെ ഒരു സാധനം. മറ്റേ കമ്പൗണ്ടർ. കമ്പൗണ്ടർ അല്ല, അതല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ. ഹെൽത്ത് ഇൻസ്പെക്ടർ. അതാണ് ഞാൻ. കറക്റ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ നേരിട്ട് വന്നത്. അപ്പൊ ഞാൻ വന്ന എന്താന്ന് വെച്ചാല് കുറച്ച് മുമ്പേ നിങ്ങളെ കാണാൻ വൺ മിസ്റ്റർ ഇയാളുടെ പേരായിരുന്നു ഭവാനിയമ്മയാണോ? ഭവാനിയമ്മ. ഭവാനിയമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് ശരി. എത്ര A+ ഉണ്ട്? A+. അയ്യോ, ആ റിസൾട്ട് അല്ല, കോവിഡിന്റെ റിസൾട്ട് വന്നു. ഭവാനിയമ്മ കോവിഡ് പോസിറ്റീവാണ്. നിങ്ങൾക്കാർക്കൊന്നും ഒരു ഞെട്ടലില്ലാത്ത? അയ്യോ ഞെട്ടാൻ വിട്ടുപോയി. കുറച്ചു മുമ്പ് ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളേ. നമ്മളിനി എന്ത് ചെയ്യൂടാ? അല്ല, നിങ്ങൾ പേടിക്കണ്ട, ഒരു 21 ദിവസം ഇവിടെ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരും. അതിരിക്കാം. പിന്നെ ഭവാനിയമ്മയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു 2000 രൂപ തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വെച്ചേക്കുന്ന ബാഗ് എനിക്ക് എടുത്തു തരണം. ഏത് ബാഗാടാ? അതേത് ബാഗ്? സാധാരണ ഈ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബാഗിനകത്തായിരിക്കണമല്ലോ. എടാ നമ്മുടെ പിരിവ് ബാഗായിരിക്കും. നമ്മള് മറ്റേ 48,000 രൂപ ഇട്ട് വെച്ചിരിക്കുന്ന ബാഗ്. എക്സാക്ട്ലി. അത് ചിലപ്പോ ഇപ്പൊ സാറിന് കൊടുത്തു കഴിഞ്ഞാൽ സാറ് നാളെ സാനിറ്റൈസ് ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ട് തരുമായിരിക്കും അല്ലേ? കറക്റ്റ്. ഹെൽത്തിലായിരുന്നു അച്ഛൻ. അച്ഛൻ. ഓക്കെ. അപ്പോൾ ആ ബാഗ് ഒന്ന് ബാഗ് എടുത്തിട്ട് അണ്ണ എന്തുവാണ് ഇതൊരുമാതിരി ആശുപത്രി റോളെന്ന് പറഞ്ഞിട്ട്? ഓ എന്റെ കൊച്ചാപ്പി, നീയല്ലേ വേട്ടക്കാരൻ? പുലിയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന വേട്ടക്കാരൻ. അതിന് പുലി എവിടെയാണ്? പുലി ഓൾറെഡി നീ കൊന്നു ആക്ഷനിലൂടെ. അങ്ങനെ നീ ഹീറോ, ആക്ഷൻ ഹീറോ പോരെ. സാർ ഈ കോവിഡിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കും അത്? ലക്ഷണം? അയ്യോ, ഫോൺ വിളിക്കുമ്പോൾ ചേച്ചി എന്തൊരു പറയുന്നേ? ചുമ ആണ്. ചുമ ഉണ്ടാവും അല്ലേ? സാർ ഈ ചുമ അല്ലാണ്ട് വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണ്? വേറെ ഈ പനി കാണാറുണ്ട്. പനി ഉണ്ടാവൂലേ? വെള്ളം തിളപ്പിക്കണ പാത്രം കണ്ട? എന്തിനാ ആവി പിടിക്കണം? എടാ, ആ പിടിക്കുന്ന പാത്രമൊക്കെ അകത്തിരിപ്പോണ്ട്. നീ ചെന്നേ ഒരു റെസ്റ്റ് എടുക്ക്. ചെല്ല്. കറങ്ങി അടിച്ച് നടക്കല്ലേ പുറത്ത്. ഒന്നും ശ്രദ്ധിക്കൂല. ഇയാൾക്ക് പനിയാണോ? ഏയ് അങ്ങനെ പനിയായിട്ടൊന്നുമില്ല. ചൂട്, തലവേന, ശരീരവേന, പിന്നെ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. വയറിളക്കം ഇന്നലത്തെ ഉത്തരടപ്പാച്ചിന്റെ. വേറെ ഈ ശ്വാസതടസ്സവും ഈ രുചിയില്ലായ്മയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പൊട്ടൂലല്ല, വേണമെങ്കിൽ എരിവ് കുറച്ചും കൂടി ഇട്ടോട്ടാ. ഇത് പായസമാടാ. ഇവരോടൊക്കെ നോക്കാൻ പറഞ്ഞു എന്നെ വേണം തല്ലാൻ. അപ്പൊ തന്റെ നാവിന്റെ ടേസ്റ്റും പോയാ? നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞാണോ വൈകിക്കൊണ്ട് കാണിക്കുന്നു. അനുഭവിച്ചോ? നീ സംശയിക്കൊന്നും വേണ്ട, ഇത് അത് തന്നെ. അങ്ങനെ എല്ലാ ലക്ഷണവും ഉണ്ടെന്ന് വിചാരിച്ചത് കോവിഡ് ഒന്നും ആവില്ലല്ലേ സാറേ? ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്യുന്ന നല്ലതാ. അങ്ങനെയാണെ സാറ് വന്ന് സൂക്ഷിച്ചോ. നേരത്തെ അവൻ ചുമച്ചപ്പോ തെറിച്ചത് ഉപ്പലുണ്ടാണ് ആ മൂക്കിന്റെ അറ്റത്തിരിക്കണം. മറന്നുപോയി. അത് വായിലും തേച്ച് പറ്റിച്ച്. അജത്തി മന്ദാരം തുളസിപ്പിച്ച മാലകൾ ചർത്തി തിരുവോണത്തപ്പ നിന്നെ കാണണം. അപോലെ തരരര എബോലോ തരരര അപോലെ തരരര. ദൂരെ പോടാ സോഷ്യൽ ഡിസ്റ്റൻസ്. ഓണം വന്നേ സർപ്രൈസ്. എന്നെ മനസ്സിലായില്ല? എടാ പ്രകാശൻ. എടാ പ്രച്ഛന്നം പ്രകാശൻ. അതെ പ്രകാശ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ അതെ. എന്താണ് ഈ ഓണത്തിന് പഴയ വൈരാഗ്യമൊക്കെ വെച്ചോണ്ട് നമ്മോട് പകപോക്കാൻ വന്നതാണോ? എന്തിന്? കഴിഞ്ഞ വട്ടം നീയൊക്കെ കൂടെ എന്നെ തൂക്കിട്ട് തകർത്താക്കില്ലേ? എന്താ നിർത്തില്ല? അതോടെ ഞാനങ്ങ് നന്നായി. ഇപ്പൊ പുതിയ മനുഷ്യനാ. കഴിഞ്ഞ ഉടനെ എന്തായാലും പറഞ്ഞേ. എടാ ബോർഡ് ഇറക്കാൻ കൊണ്ടെന്ന് വെച്ചാ ശരിക്കും ഞാൻ നന്നായി. സംശയം ഇവനോട് ചോദിച്ചു നോക്ക്. അതിന് വേട്ടവളേനാ? വേട്ടാവളിനല്ല, വേട്ടക്കാരൻ. വേട്ടക്കാരൻ മാത്രമേ ഉള്ളൂ, പുലിയൊന്നുമില്ലേ? പുലി ക്വാറന്റൈൻ. തനിക്ക് എന്തൊക്കെ അറിയേണ്ടത്? എന്താണ് പറഞ്ഞ? തമാശ പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കൊണ്ട് പുള്ളിയുടെ മോളുടെ മാല ഇതുപോലെ തമാശക്ക് എടുത്തയാ. അതിനാണ് പുള്ളി ഗോമാരെല്ലാം കൂടെ എന്നെ പിടിച്ചങ്ങ് അകത്താക്കി. അതാരാ മാസ്ക് ഒക്കെ വെച്ചേക്കുന്നത്? അതോ, അത് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ അല്ല, ഫുഡ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ. സാറേ ഇവന്മാരോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സാറേ ഓണായിട്ട് എങ്ങനാ? സാനിറ്റൈസർ ചോദിച്ചാടോ. എല്ലാം ഡബിൾ മീനിങ് ആയിട്ടേ കാണത്തുള്ളൂ. ഒരു മാറ്റവും ഇല്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ട് വേണോ?
എന്നാ പിടിച്ചോ 3 4 വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കെട്ടണ്ടേ പായസം കൊച്ചണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മാവേലി വന്നേ മാവേലി പോണേ വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി ഫോണില്ലേ? നാളെ സാനിറ്റൈസ് ചെയ്ത് കൊണ്ടുവരുമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ അതെവിടുത്തെ അണ്ണാ നമുക്ക് ശരിക്കും കൊറോണ ആണെന്ന് ഡൗട്ട് കൊറോണയിലൊരു കുന്തവും ഇല്ല അവര് പറ്റിച്ചായിരിക്കും വാടാ ചേട്ടാ വാ വാ. അണ്ണാ ഇതിന്റെ ഷെയർ എങ്ങനെ അണ്ണാ ഷെയറോ ഇങ്ങനെ പിടിച്ചേ ആ ബാഗ് ഞാൻ ഞാൻ തരും അതങ്ങ് വാങ്ങിച്ചാൽ മതി പോരാത്ത നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് വീക്കായിരുന്നു ഇതിന്റെ മെയിൻ പങ്കും എനിക്കാ അണ്ണാ ഇത് കാശില്ല എന്താ പേപ്പറാ എടാ അമ്മര് പറ്റിച്ചാ പ്രകാശ എങ്ങോട്ട് പോണേ? പിടിക്കാവേ ഓടരുത്. യുവമാരെ കൈയോടെ പോലീസ് സ്റ്റേഷനിലാക്കണം ഇതേ കോലത്തിൽ തന്നെ ആയിക്കോട്ടെ. എന്തിന് ഇന്നാ നിന്റെ ബാഗ് ഇതിന്റെ അതൊന്നും ഒരു വഴക്കയില്ല പിന്നെ ഒരു കാലി ബാഗ് മൂടിച്ചെന്ന് പറഞ്ഞ പോലീസ് എന്നെ കൊണ്ടങ്ങ് പുളുത്തു ഒന്ന് പോരാ പൈസ എടുത്തടാ ഇപ്പൊ ഇത് പൈസയുള്ള ബാഗ് ആയല്ലോ ഈ പൈസ അടങ്ങുന്ന ബാഗ് അടിച്ചോണ്ട് പോയാലാണ് നിന്നെ ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചത് ഞങ്ങളെല്ലാവരും സാക്ഷികൾ പോരാത്ത നിന്റെ ഫിംഗർ പ്രിന്റ് ഇതിനകത്തുണ്ട്. ചേട്ടാ എന്നെക്കാളും വലിയ കള്ളന്മാരെ പറ്റിപ്പോയി എന്നോട് ക്ഷമിക്ക് ഞാൻ ഒരു കാര്യം കൂടെ അവിടെ അടിച്ചു പറ്റിയിട്ടുണ്ട് നീ വേറെ എന്ത് സാധനം അടിച്ചു മാറ്റിയത്? എന്നാ പിടിച്ചോ